നമസ്കാരം. UAEcarloan.com-ലേക്ക് സ്വാഗതം. ഞാൻ ദീപക്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സർവീസ് 10 ആളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോസാണ്. ഞാൻ എപ്പോഴും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കാം, അല്ലേ, ഇവന്മാര് മൊത്തം തട്ടിപ്പാണോ വെട്ടിപ്പാണോ, അല്ലെങ്കിൽ ഇവന്മാരെ സർവീസ് വിളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത് എന്ന് ചിന്തിക്കാം. അപ്പോൾ അത് 100% സത്യമാണ്. അതിൽ യാതൊരു രീതിയിലുള്ള മിഥ്യകളും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർ ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എത്ര മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണല്ലോ. ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് കാർ ലോൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ പറയേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമ്മളൊരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ മാസമാണ് നമ്മൾ കാർ ലോൺ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1 മാസത്തെ സാലറിയാണ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടും. നമ്മൾ ചോദിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതിനകത്ത് സാലറി വന്നോളം നിർബന്ധമില്ല. അതായത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയും വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയും ആ കമ്പനിയിൽ നിന്ന് റിസൈൻ കൊടുത്തതിന് ശേഷം പുതിയൊരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ സാലറി പുതിയ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് പഴയ സ്റ്റേറ്റ്മെന്റ് 4 മാസം ഉണ്ടാവാമല്ലോ. അപ്പോൾ ചിലപ്പോൾ ചിലവരപ്പോൾ ഈ അക്കൗണ്ട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പഴയ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, ഇത്ര നാളും സാലറി വന്നുകൊണ്ടിരുന്നത് എമിറേറ്റ്സ് NBD ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ദുബായ് ഇസ്ലാമിലേക്ക് സാലറി ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ 1 മാസത്തെയും മറ്റുള്ള ബാങ്കിൽ 3-4 മാസത്തെ അല്ലെങ്കിൽ എത്രയോ കാലത്തെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. നമ്മളൊരു കമ്പനി സാധാരണ രീതിയിൽ 5 മാസമായിട്ട് ജോലി ചെയ്യുകയും 5 മാസമോ അതിൽ കൂടുതലോ ജോലി ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും 4 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം. ഈ പറഞ്ഞ കേസിലും ചിലപ്പോൾ ചെക്കുകളായിരിക്കാം വന്നിട്ടുണ്ടാവുക, അല്ലേ? ചെക്കുകളായിരിക്കും വന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ എക്സ്ചേഞ്ചിലായിരിക്കും സാലറി വന്നിട്ടുണ്ടാവുക, വേറെ ഏതെങ്കിലും ബാങ്കിലായിട്ട് വന്നിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. അത് ഓരോ സാഹചര്യങ്ങളും സന്ദർഭവും അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാർ ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഞങ്ങളുടെ ഒരു ഏജന്റിനെ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ അയാൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കും. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അയാൾക്കൊരു വ്യക്തത വരും, ഇതിനോട് എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് എന്നുള്ളത്. സാധാരണ രീതിയിൽ ഒരു കാർ ലോൺ എടുക്കാനായിട്ട് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ സാലറി സർട്ടിഫിക്കറ്റ്, 4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാസ്പോർട്ടിന്റെ കോപ്പി, വിസയുടെ കോപ്പി, എമിറേറ്റ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതും. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വേറൊരു വിഷയമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞങ്ങളുടെ സർവീസ് ഇതാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി വാങ്ങിക്കാം. എവിടെ നിന്ന് വണ്ടി വാങ്ങിച്ചാലും വിൽക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് അപ്പോൾ തന്നെ ഞങ്ങൾ തരും. അതിനുശേഷം അവരിൽ നിന്ന് നമ്മൾ വണ്ടി വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ബാങ്കിൽ നിന്ന് തന്നെ ലോൺ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതിന്റെ സർവീസിന്റെ ലാഭം എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കയ്യിൽ ക്യാഷുമായിട്ട് വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ കിട്ടുന്ന ഒരു പവർ. പിന്നെ ഇതൊന്നും ഫ്രീ അല്ല, ഇതൊക്കെ ചെറിയ ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് മൊത്തത്തിൽ ഭയങ്കര ലാഭകരം, ഒരല്പം ലാഭകരം തന്നെയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക. ആ വെബ്സൈറ്റിന്റെ പേരാണ് www.UAEcarloan.com. Thank you.